പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ ശ്രീനിവാസനെതിരെ തേരാട്ട് ശ്രീധരന് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വേണ്ടി വരികയാണ്. അവിടെ വന്ന് കാറിലിറങ്ങുമ്പോൾ തന്നെ വിക്രമും രാജേട്ടനും അതുപോലെ അനിയൻകുട്ടനും ബാക്കി എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. അപ്പം വേദയൊന്ന് നോക്കുന്നുണ്ട്. അപ്പം അനിയൻകുട്ടനും അതേപോലെ രാജേട്ടനും പറയുന്നുണ്ട്, നീ ചെന്ന് സംസാരിക്കുക. അപ്പം വിക്രം പറയാണ്, വേണ്ട, ചെന്ന് സംസാരിക്കുക. ഓ, എന്ത് സംസാരിക്കാനാ? അപ്പോൾ ജോസഫ് പറയാണ്, വേണ്ട വേണ്ട, നീ ഇപ്പം ചെന്ന് സംസാരിച്ചിട്ട് എതിർ വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു കേസും കൂടെ വരും. അതിൻ്റെ ആവശ്യമില്ല എന്ന് ജോസഫ് പറയുകയാണ്. ഏതെയാണ് കാണുന്നുണ്ട് വിക്രമും അവരെല്ലാം അവിടെ നിൽക്കുന്നത്. അങ്ങനെ നേരെ കോടതിയിലേക്ക് കയറി പോകുമ്പോൾ പുളിയൻ ഓടിച്ചെന്നാണെങ്കിൽ ശ്രീനിസാറിൻ്റെ അടുത്ത് പറയാണ്, വേദവക്കീൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം ശ്രീനി സാർ വിളിക്കുകയാണ്, ഒന്ന് നിന്നെ വേദവക്കീലെ എന്ന് പറയാണ്. അങ്ങനെ വേദ ഇവിടെ നിൽക്കുമ്പോൾ ശ്രീനി സാർ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ പറയാനുള്ളത് എന്ന് വേദ ചോദിക്കുകയാണ്. ഈ ഇലക്ഷൻ സമയത്ത് എനിക്ക് സമയമില്ലാത്ത ഈ നേരത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് വേദ എടുത്ത് ചോദിക്കുകയാണ്. അപ്പം വേദ തിരിച്ചു പറയാണ്, അത് ഞാനല്ലല്ലോ ഓർക്കണ്ടായിരുന്നത്, നിങ്ങളല്ലേ അത് ഓർക്കേണ്ടത്. അല്ല, ഇത്രയും നാൾ വിക്രത്തിൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഞാൻ വേദയ്ക്ക് തന്നായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ എന്തിന് ഞാൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ശ്രീനി സാർ പറയാണ്. അപ്പോൾ വേദ പറയാണ്, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു എനിക്കെതിരെ വക്കീലിനെ വെക്കണ്ട, കേസ് വാദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നായാലും സത്യം ജയിക്കും. ഞാൻ തേരാട്ട് ശ്രീധരൻ സാറിന് വേണ്ടി ഞാൻ വാദിക്കുന്നു. നിങ്ങളും വക്കീൽ വെച്ചോ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം കുടുങ്ങും. ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. അപ്പം ശ്രീനിവാസൻ ചോദിക്കുകയാണ്, എന്താ വാശിയോടെ എന്നെ ഇതിൽ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? സ്വന്തം ഭർത്താവിനെ ഞാനാണ് നശിപ്പിച്ചതെന്നുള്ള ഒരു തോന്നലിൽ നിന്നുണ്ടായതാണോ എന്ന് ശ്രീനി സാർ ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, എന്തായാലും സത്യം എപ്പോഴായാലും ജയിക്കും. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, എന്നെ വേദയ്ക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. വിക്രത്തിനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്നെ അതിന് കിട്ടുമെന്ന് തോന്നില്ല. പിന്നെ കോടതി വളപ്പി വെച്ച് ഒരു വക്കീലിനെ ഭീഷണിപ്പെടുത്തിയാൽ എന്താണ് കേസെന്ന് അറിയാമല്ലോ ശ്രീനി സാറിന്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് വേദ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീനിവാസനെ ഇങ്ങനെ നോക്കി വയ്ക്കുകയാണ്. അപ്പോൾ പുളിയമ്മ നോക്കിയാണ്, വക്കീൽ ഒരു വിധത്തിൽ ഒതുങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ല സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനി സാർ പറയാണ്, ഇവൾ അങ്ങനെയൊന്നും ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ശ്രീധരൻ്റെ പറ്റിയ ആൾ തന്നെയാണ് ഇവളും എന്ന് പറയുകയാണ് ശ്രീനി സാറ്. ദൂരെ നിന്ന് വിക്രം ഇതൊക്കെ കാണുന്നുണ്ട്. ശ്രീനിവാസൻ ചെന്ന് സംസാരിക്കുന്നതും വേദ സംസാരിക്കുന്നതൊക്കെ വിക്രം കാണുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ വാദം തുടങ്ങിയാണ്. കേസ് വന്നപ്പോഴേ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, ഇത് മുന്നേ കേസ് വന്നിട്ടുണ്ടെന്നും ഇതിൽ എൻ്റെ കക്ഷിയായ ശ്രീനി സാറ് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഈ കേസിലൊരു കഴമ്പും ഇല്ലെന്നും വാദിക്കുകയാണ്. അപ്പം വേദ പറയുകയാണ്, ഇതിനു മുമ്പ് കോടതിയിൽ വന്ന പല കേസുകളിലും എതിരായിട്ടുണ്ടെങ്കിലും ആ കേസുകളൊന്നും ഒരു കഴമ്പുമില്ലെന്ന് പറയുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് വേദ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. വികാരി ശ്രീനിവാസിനെയും പുളിയനെയും അതേപോലെ വിക്രം സുധാകരനെയും വാദിക്കണമെന്ന് കോടതിയിൽ വേദ വാദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനി സാറിന് വാദം നടക്കുന്നുണ്ട്. എൻ്റെ കക്ഷിയായ തേരാട്ട് ശ്രീധരനോടും ചോദ്യങ്ങളൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. പിന്നെ ശ്രീനി സാറിനെയും പ്രതിക്കുട്ടി കയറ്റി നിർത്തി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആകപ്പാടെ എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. വിക്രവും അതുപോലെ ഇതൊക്കെ കേട്ട് സന്തോഷിക്കണോ അതുപോലെ ടെൻഷൻ അടിക്കണോ എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രവും. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ നിന്നും പുറത്തു വരുന്ന ശ്രീനി സാർ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്, വേദ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല, ഞാനാണ് നിന്നെ നശിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേദയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിൻ്റെ വൈരാഗ്യവും ഈ കോടതിയിൽ അവൾ തീർത്തിട്ടുണ്ട് എന്ന് ശ്രീനി സാർ പറയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അവൾ എൻ്റെ കൂടെ ഉള്ളായിരുന്ന സമയത്തും ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവൾ കേൾക്കത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ തമ്മിൽ സാറിനറിയാലോ, ഞാൻ പറയാതെ തന്നെ എന്ന് വിക്രം പറയാണ്. അപ്പോൾ ശ്രീനി സാർ പറയാണ്, ഞാൻ കാര്യം നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എന്നെ കുറ്റപ്പെടുത്തിയൊന്നും അല്ലെന്ന് ശ്രീനി സാറ് പറയാണ്. ഈ സമയത്ത് വിക്രത്തിൻ്റെ വീട്ടിൽ കമലമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം കമലമ്മയാണെങ്കിൽ മാഷിനോട് പറയുന്നുണ്ട്, എന്താവും കോടതിയിലെ കാര്യം. അപ്പോൾ മാഷ് പറയാണ്, അവൻ ആ ശ്രീനി സാറിൻ്റെ കൂടെ നടന്ന് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേല്ലേ, അവനും ആ കേസിൽ കൂട്ടുപ്രതിയാണ്. കൂടെ നടന്നാൽ മതി, തെറ്റുകളൊന്നും ചെയ്തില്ലെങ്കിലും അയാൾ കുടുങ്ങുമ്പം അവനും സ്വാഭാവികമായിട്ട് കുടുങ്ങുമെന്ന് മാഷ് പറയുകയാണ്. അപ്പം കമലമ്മ ചോദിക്കുകയാണ്, ഇതെന്ത് ചെയ്യാൻ പറ്റും മാഷേ, അവനെ എങ്ങനെ നമുക്ക് ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. പിന്നെ വേദ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. ആ തേരാട്ട് ശ്രീധരൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അയാൾ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല, ആരെയും ഭയക്കാറുമില്ലെന്ന് മാഷ് പറയുകയാണ്. കമലമ്മ പറയാണ്, അവനൊന്നും മാറി വന്നത് വീണ്ടും ഓരോ കേസുമൊക്കെ ആയിട്ട് അവൻ പഴയതുപോലെ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയാണ്, അങ്ങനൊന്നുമില്ല, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവൻ ശ്രീനി സാറിനെ നിന്ന് വിട്ട് നമ്മുടെ
പഴയ വിക്രമായി വരും എന്ന് പറയുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെല്ലാം കാര്യങ്ങൾ നടക്കുമോ മാഷേ എന്ന് കമലമ്മ ചോദിക്കുന്നുണ്ട്. നടക്കും. വേദയും അതുപോലെ കുറേ നാളൊന്നും അവനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. വേദയും തിരിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് വരും എന്ന് മാഷാണെങ്കിൽ കമലമ്മയെ സമാധാനപ്പെടുത്തുവാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്രശേഖരനെ കാണുവാണ് ശ്രീകാന്ത്. എന്താടാ നിനക്കൊരു ടെൻഷൻ? അല്ലച്ചാ, ആ വേദയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലാണോ എന്നൊരു സംശയം. നമ്മളെ ഭയന്നാണ് അവൾ വീട്ടിലേക്ക് വന്നതെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, നീ എന്താ അത് ഇങ്ങനെ പറയാൻ കാരണം? അല്ല, രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവൾ അങ്ങോട്ട് വന്നായിരുന്നു. അപ്പം അവൾക്ക് ഇന്നൊരു അപ്പിയർ ഉണ്ട് ആ ശ്രീകാര്യ ശ്രീനിവാസനെതിരെ. തേരാട്ട് ശ്രീധരന് വേണ്ടിയാണ് അവൾ വാദിക്കുന്നത്. ആ കാര്യം ഞാൻ ചോദിച്ചപ്പം അവൾ ഒന്നും വേണ്ടിയില്ല. മാത്രമല്ല അവൾ പറഞ്ഞ് എനിക്ക് ആരെയും ഭയമില്ല, ശ്രീകാര്യ ശ്രീനിവാസനെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് എന്ന് വേദ പറഞ്ഞെന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പം ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, അതിനെന്താ, അത് അവളെ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അല്ലച്ചാ, അത് കഴിഞ്ഞ് അവളൊരു കാര്യം പറഞ്ഞു. അതിന് ഉദാഹരണമായി അവൾ പറഞ്ഞത് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നത് ആരെയും പേടിച്ചിട്ടല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഓരോന്ന് ചെയ്തതിന് അതിന് കൃത്യമായ ഉദ്ദേശമുണ്ടെന്നും അതേപോലൊരു ഉദ്ദേശം ഇതിനുമുണ്ടെന്നാണ് വേദ പറഞ്ഞത്. ചന്ദ്രശേഖരൻ പറയാണ്, എന്ന് വെച്ചാൽ അവൾ പറഞ്ഞത് അവൾ വിക്രമത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഭയന്നിട്ടല്ല അവൾ വന്നത്. അവൾക്ക് എന്തോ ഉദ്ദേശമുണ്ട്, അത് അവൾ നടപ്പാക്കിയെടുക്കും. അപ്പം ശ്രീകാന്തിനൊരു ഭയമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛാ അങ്ങനാണെങ്കിൽ നമ്മൾ അവളെ ഒന്ന് ഭയക്കണമല്ലോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അത് തന്നെയല്ലേ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞത്, വേദയെ ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. ബുദ്ധിയുള്ള കുട്ടിയെ അങ്ങനെ വെറുതെ ഒന്നും അവളുടെ സ്വഭാവത്തിന് വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തില്ല, അത് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ. ശ്രീകാന്ത് പറയാണ്, മാത്രമല്ല ദീപ്തി പറയുകയും ചെയ്ത് വേദയേച്ചിയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. കാര്യം നേടിയെടുത്ത് കഴിയുമ്പോൾ വേദയേച്ചി വിക്രം ചേട്ടൻ്റെ കൂടെ പോകുമെന്നാണ് ദീപ്തി പറയുന്നുള്ള കാര്യം ശ്രീകാന്ത് അവിടെ പറയുന്നുണ്ട്. അവൾ തറപ്പിച്ച് തന്നെ അമ്മയെടുത്ത് പറഞ്ഞെന്ന് ശ്രീകാന്ത് പറയുകയാണ്. ചന്ദ്രശേഖരൻ പറയാണ്, ദീപ്തി പറഞ്ഞത് നമ്മൾ അങ്ങനെ വെറുതെ കളയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് തന്നെ നടക്കും. അതിനു മുമ്പ് അവൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അവൾ നടത്തിയെടുക്കും എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. ശ്രീകാന്ത് പറയാണ്, നമ്മൾ വേദയെ ഭയക്കണമല്ലോ അച്ഛാ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അത് തന്നെ, വേദയെ ഭയന്നേ പറ്റൂ. അവൾ എന്താണ് തീരുമാനിച്ചേക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. എപ്പോഴാണ് അവളുടെ സൈഡിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കണം. അവൾ ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം നേടിയെടുക്കണം എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ ഉപദേശിക്കുകയാണ്.